ഹായ് എവ്രി വൺ, വെൽക്കം ടു CVQ. സ്ട്രക്ചറൽ അനാലിസിസ് 1 എന്ന കോഴ്സിൽ വരുന്ന മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് 2019 സ്കീമിൽ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്കാണ്. 2024 സ്കീമിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനില്ല. SA1 2019 സ്കീമും 2024 സ്കീമിലും SA1 ഉള്ളതുകൊണ്ട് 24 സ്കീമിൽ ഒത്തിരി റിവിഷൻ വന്നിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആക്ച്വലി ട്രസ് അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ കേബിൾസ് ആൻഡ് ബ്രിഡ്ജസ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ 2019 സ്കീമിൽ മൊഡ്യൂൾ 1 ട്രസ് അനാലിസിസ് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ. ഈ ഒരു ടോപ്പിക്ക് 2024 സ്കീമിൽ വേറെ മൊഡ്യൂൾസിലായിട്ടും അവർക്ക് പഠിക്കാനില്ല, ഫസ്റ്റ് മൊഡ്യൂളിലും വരുന്നില്ല. ഈ ടോപ്പിക്ക് അവർക്ക് SA1 പഠിക്കാനില്ല. മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ എന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ ബീംസിലും ഫ്രെയിംസിലൊക്കെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ അകത്ത് ലോഡ് വരുമ്പം സ്ട്രക്ചർ ഡീഫോം ചെയ്യും. സോ അങ്ങനെ വരുന്ന സ്ട്രക്ചറൽ ഡീഫോമേഷൻസ് ആണ് ഡിഫ്ലക്ഷനും അതേപോലെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഡിഫ്ലക്ഷനും അതേപോലെ റൊട്ടേഷൻ്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിംഗിൾ സ്പാൻ ആയിട്ടും അല്ലാതെ കണ്ടിന്യൂസ് ബീംസിലൊക്കെ ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കാനുള്ളത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഈ മെത്തേഡ് നമ്മൾ ഇലാസ്റ്റിക് കർവ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. EI ഇൻറ്റു d²y/dx² m എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് കർവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബീം ഉണ്ട്, ആ ബീമിലേക്ക് ഒരു ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡോ UDLോ എന്തെങ്കിലും ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പം ആ ഒരു സ്ട്രക്ചർ ഡീഫോം ചെയ്യും. സോ ഈ ഒരു ഡീഫോംഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിഫോമേഷൻ ഡയഗ്രത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഇലാസ്റ്റിക് കർവ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ വരുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ MOSലുള്ള സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ നിങ്ങൾക്ക് M/I = F/y = E/R എന്നുള്ള ഇക്വേഷനും അതേപോലെ തന്നെ മാത്സിലെ കർവേച്ചറിൻ്റെ ഇക്വേഷനും കൂടെ സർക്കിളിൻ്റെ കർവേച്ചറിൻ്റെ ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്, മെക്കാനിക്സും ജോമെട്രിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ M/I = E/R എന്നുള്ള ഇക്വേഷന് നമുക്ക് കർവേച്ചർ 1/R എന്നൊരു ഇക്വേഷൻ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു M/EI. അതേപോലെ തന്നെ ഒരു സർക്കിളിൻ്റെ കർവേച്ചറിൻ്റെ ഇക്വേഷനാണ് 1/R = d²y/dx². ഈ 1/Rൻ്റെ രണ്ട് ഇക്വേഷൻസും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട്, അതായത് 1/R = M/EI ആണ്, അതേപോലെ 1/R = d²y/dx² ആണ്. സോ ഇത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് M = d²y/dx² × EI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. M = EI × d²y/dx². ഇതിൽ M എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്, അതേപോലെ E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്, d²y/dx² ആണ് കർവേച്ചർ എന്ന് പറയുന്നത്. d²y/dx² എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം dy/dx എന്ന് വരും അല്ലേ. ഈ dy/dxനെ നിങ്ങൾ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, y എന്ന് കിട്ടും. സോ ഇതിൽ y എന്ന് പറയുന്നതാണ് ആക്ച്വലി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബീം എടുക്കുമ്പോൾ ബീമിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ഡീഫോം ചെയ്യും. സോ ഏതൊരു പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂവിനെ നമ്മൾ y എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ y ഇസ് എ ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് ഓൺ ദ ബീം. അതേപോലെ തന്നെ dy/dx എന്ന് പറയുന്നതാണ് ആക്ച്വലി സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിയുമ്പം സ്ട്രക്ചർ ഡീഫോം ചെയ്യുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇലാസ്റ്റിക് കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാൻജൻറ്റ് ഓഫ് ദി ആംഗിൾ. ടാൻ തീറ്റനെയാണ് നമ്മൾ dy/dx എന്ന് പറയുന്നത്. ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി = തീറ്റ എന്ന് എഴുതിയിട്ടാണ് സ്ലോപ്പ് തീറ്റ = dy/dx എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തു, ഒറിജിനൽ പൊസിഷനിൽ ലോഡ് വന്നപ്പം സ്ട്രക്ചർ എത്രത്തോളം ഡീഫോം ചെയ്തു അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ് സ്ലോപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ടാൻജൻറ്റ് at any point on the elastic curve with the horizontal. സോ ഈ ഒരു തീറ്റ ഇസ് dy/dx. അപ്പോൾ ഡിഫ്ലക്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്ലോപ്പ് കിട്ടുന്നത്, വിച്ച് ഇസ് dy/dx. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, കർവേച്ചർ വരുന്നത്. തിരിച്ചു പറയുമ്പോൾ കർവേച്ചറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും, സ്ലോപ്പിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും.
സോ ഈ ഒരു ഇൻറ്റഗ്രേഷൻ്റെ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബീമിൻ്റെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക. സിംഗിൾ സ്പാൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സിംഗിൾ സ്പാനിൽ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിങ് വരുന്നതോ മൾട്ടി സ്പാൻ ആയിട്ടുള്ള ബീംസ് തരും. എന്നിട്ട് നിങ്ങൾക്ക് തരും ഇന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന പോയിന്റിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് എന്നോ, അല്ലെങ്കിൽ സ്ലോപ്പ് അറ്റ് സപ്പോർട്ട് എന്നോ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് സപ്പോർട്ട് എന്നോ ഫ്രീ എൻഡ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് പോയിന്റിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം അത് വെച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ ഏത് പോയിന്റിലാണോ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടാവാം. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഐഡിയ കിട്ടുന്നുണ്ടാവുക. പക്ഷേ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീമോ അല്ലെങ്കിൽ ഒരു കാൻറ്റിലിവർ ബീമോ ഏതെങ്കിലും ഒരു ബീം എടുക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ് ക്യാൻ ബി ഐദർ എ കാൻറ്റിലിവർ ബീം ഓർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. എങ്ങനെ വേണമെങ്കിലും ലോഡിങ് വരാം. ഇറ്റ് ക്യാൻ ബി UDL അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡും UDL എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലോഡിങ് ആവാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാണ്. സോ ഇങ്ങനെ ഒരു ബീം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിക് കർവ് ഇക്വേഷൻ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. EI × d²y/dx² = m എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഫൈൻഡ് ദ സ്ലോപ്പ് അറ്റ്, ഇപ്പം ഇത് AB എന്ന് പറയുന്ന സ്പാൻ ആണെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് അറ്റ് പോയിന്റ് B, അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് അറ്റ് പോയിന്റ് A, അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻറ്റിലിവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ പോയിന്റിലേക്ക് മൊമെൻറ്റ്, നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പം നിങ്ങളിങ്ങനെ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതില്ലേ, അതേപോലെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്കുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനാണ് ഇവിടെ എമ്മിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ ആണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു പോയിന്റ് അറ്റ് എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മളൊരു സെക്ഷൻ ലൈൻ എടുത്തതെന്നുണ്ടെങ്കിൽ RA, ഈ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. സോ RA × x മൈനസ് ഓഫ് ഇത് W ആണെങ്കിൽ W × ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. ആ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ടാവും. കാരണം നമ്മൾ ഡിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്നില്ല, നമ്മൾ ഇന്നൊരു പോയിന്റിലേക്ക് വെറുതെ മൊമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ആ ഒരു M എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് മൊമെൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ EI × d²y/dx² = m എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെ. d²y/dx² ഒരു സിംഗിൾ ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് dy/dx കിട്ടുന്നത്, വിച്ച് ഇസ് സ്ലോപ്പ്. അപ്പോൾ ആദ്യം തന്നെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, ഈ മൊമെൻറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ഇക്വേഷൻ കിട്ടുന്നത്, അതായത് EI × d²y/നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx എന്ന് പറഞ്ഞിട്ടാണല്ലോ വരിക. സോ ആ ഒരു dy/dx = എമ്മിനെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, വിച്ച് ഇസ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു കോൺസ്റ്റൻറ്റോട് കൂടിയിട്ടായിരിക്കും ആ ഒരു ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഇതിനെ വീണ്ടും ഈ ഒരു സ്ലോപ്പിൻ്റെ ഇക്വേഷനെ കിട്ടിയ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ സ്ലോപ്പിൻ്റെ ഇക്വേഷനെ നമ്മൾ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടുന്നത്. ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവിടെ ഒരു കോൺസ്റ്റൻറ്റ് C2 എന്ന് പറഞ്ഞിട്ട് വരും. സോ സ്ലോപ്പിനും ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. EI × dy/dx എന്ന് പറഞ്ഞിട്ട് സ്ലോപ്പിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ EI × y എന്ന് പറഞ്ഞിട്ട് = എന്ന് പറഞ്ഞിട്ട് ഡിഫ്ലക്ഷന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഏത് ഡിസ്റ്റൻസിൽ, ഏത് പോയിന്റിൽ, എത്ര ഡിസ്റ്റൻസിൽ വരുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനും ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, x = 5 ആണോ, x = 2 മീറ്റർ ആണോ, x = 1 മീറ്റർ ആണോ, ആ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ ഡിഫ്ലക്ഷൻ്റെയും സ്ലോപ്പിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ നോൺ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ആദ്യം തന്നെ EI × d²y/dx² എന്ന് പറഞ്ഞിട്ട് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയതിന് ശേഷം അതിനെ സ്ലോപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സ്ലോപ്പിൻ്റെ ഇക്വേഷനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് ഇക്വേഷൻ കിട്ടിയതിന് ശേഷം ഈ സ്ലോപ്പിൻ്റെ ഇക്വേഷനിലും അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും അൺനോൺ ആയിട്ട് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1 C2 എന്നൊക്കെ പറഞ്ഞ് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അവിടെ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൗണ്ടറി ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ നിങ്ങൾക്ക് ജനറലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറയാം. യൂഷ്വലി നമുക്ക് യൂസ് ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു
സപ്പോർട്ടിൽ, രണ്ട് സപ്പോർട്ടിലും സ്ലോപ്പ് ഉണ്ട് അല്ലേ? രണ്ട് സപ്പോർട്ടിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ഹിഞ്ച് സപ്പോർട്ടാണ് വരുന്നത്. നമുക്കറിയാം ഹിഞ്ച് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എ ബി എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ടിലും സ്ലോപ്പിന് ഒരു വാല്യൂ ഉണ്ടാവും. എന്നാൽ ആ രണ്ട് സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. y ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ dy/dx എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് UDL വരികയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് കറക്റ്റ് സെൻറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു മിഡ് സ്പാനിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് വരുന്നുണ്ടാവാം. ഓക്കെ, ഈ വൈ മാക്സ് എന്ന് പറയുന്നത്, മാക്സിമം ഡിഫ്ലക്ഷൻ വൈ മാക്സ് എന്ന് പറയുന്നത് മിഡ് സ്പാനിലായിരിക്കും. ഈ ഒരു കറക്റ്റ് മിഡ് സ്പാനിലായിരിക്കും സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ. ഓക്കെ, സിമെട്രിക് ആയിട്ടുള്ള ഒരു ലോഡിംഗ് ആണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മിഡ് സ്പാനിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ലോഡിംഗ് ആണെങ്കിൽ ലോഡിങ്ങിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് എന്നുള്ളത്. അല്ലാതെ ഒരു സിമെട്രിക്കൽ ഒറ്റ കോൺസെൻട്രേറ്റഡ് ലോഡ് കറക്റ്റ് മിഡ് സ്പാനിൽ ആക്ട് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് UDL ആക്ട് ചെയ്യുകയാണെങ്കിലൊക്കെ മിഡ് സ്പാനിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. സോ ഈ ഒരു മിഡ് സ്പാനിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന മിഡ് സ്പാനിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. അപ്പം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. സോ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിൽ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആണ് വരുന്നത്. കാരണം ഹൊറിസോണ്ടലുമായിട്ട് എന്തില്ല? ആംഗിൾ ടാൻജൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ബൗണ്ടറി കണ്ടീഷൻസ് വരുമ്പോൾ ഒന്ന് വരെ സപ്പോർട്ടിൽ സ്ലോപ്പിന് വാല്യൂ ഉണ്ട്, ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ് ഒന്നെങ്കിൽ മിഡ് സ്പാൻ ആയിരിക്കും സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ. ഇനി അങ്ങനെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിൽ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? dy/dx ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കാൻറ്റിലിവർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ് അല്ലേ? സോ ഈ ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്തെങ്കിലും റൊട്ടേഷൻ കാണിക്കോ? ഇല്ല. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മൂവ്മെൻറ്റും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആണ്. സോ ഈ ഒരു സപ്പോർട്ടിൽ, ഒരു കാൻറ്റിലിവർ ബീമിൽ ഇപ്പോൾ സപ്പോർട്ട് എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഫ്രീ എൻഡിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഒരു കാൻറ്റിലിവർ ബീമിൽ അത് മാക്സിമം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കാതെ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫ്രീ എൻഡിലാണ്. സോ വൈ മാക്സ് എന്ന് പറയുന്നത് ഫ്രീ എൻഡിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത്രയും ഒക്കെ നിങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. ഇത്രയൊക്കെ ബൗണ്ടറി കണ്ടീഷൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരു കാൻറ്റിലിവർ ബീമിൽ സപ്പോർട്ട് വരുന്ന പോയിന്റിൽ സ്ലോപ്പ് dy/dx ആണെങ്കിലും ഡിഫ്ലക്ഷൻ y ആണെങ്കിലും 0 ആയിരിക്കും. ഫ്രീ എൻഡിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ രണ്ട് സപ്പോർട്ടിലും സ്ലോപ്പിന് വാല്യൂ ഉണ്ടാവും, എന്നാൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ വരിക സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ മിഡ് സ്പാനിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അങ്ങനെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിൽ എന്ത് 0 ആയിരിക്കും? സ്ലോപ്പ് 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? സീൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1 C2ൻ്റെ ഒക്കെ വാല്യൂ കിട്ടും. ആ വാല്യൂം കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ആവുന്നത്. ആ ഇക്വേഷനിലാണ് പിന്നീട് എക്സ്, നമുക്ക് ഏത് പോയിന്റിലാണോ ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൻ്റെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിഫ്ലക്ഷനും സ്ലോപ്പും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ നോട്ട് ചെയ്യാനുണ്ട്. അതായത് സ്ലോപ്പും ഡിഫ്ലക്ഷനും നിങ്ങൾ ഏത് ഡിസ്റ്റൻസിലേക്ക് എടുക്കുമ്പം നമ്മൾ എഴുതിയ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുന്നതിലൊക്കെ ചെറിയൊരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുണ്ട്. അത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അത് പറയുമ്പോൾ മനസ്സിലാവുക. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് തിയറി പറയുമ്പം അത് മനസ്സിലാവില്ല. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് ഇക്വേഷൻസ് എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കർവ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആ ഇക്വേഷൻ എന്താണെന്നുള്ളതും എന്താണ് ഈ ഒരു മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ, ആ ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വരുന്നത്, എന്താണ് സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയൊക്കെ നൊട്ടേഷൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒരു തിയറിയാണ്. ഇനി ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെക്ചർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.